അങ്ങനെ മഴയും വെള്ളപ്പൊക്കമൊക്കെ മാറി എല്ലാ ഭാഗങ്ങളും ക്ലിയറായി. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, കുഴപ്പങ്ങളൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ചില ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ റോട്ടിൽ ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ വെള്ളം കണ്ടപ്പോൾ നിന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികളുണ്ട് ഏറ്റവും കൂടുതൽ ഈ റോഡുകളിലൊക്കെ നിന്ന് പോയിട്ടുള്ളത്. ആ സമയത്ത് നമ്മളുടെ ടയോട്ട ഉണ്ടല്ലോ, ആ ടയോട്ട തന്നെയാണ് രാജാവ്. സംഭവം അത് പുലിയ രാജാവ് തന്നെയാണ്, സിംഹം തന്നെയാണ്. കാരണം നമ്മൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഒരുവിധമൊക്കെ അടിച്ചു കയറി പോയിക്കോളും. അങ്ങനത്തെ വണ്ടിയാണ് ടയോട്ട. എന്തായാലും എല്ലാ റോഡുകളും ഒരുവിധം 80% വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചില എക്സിറ്റ് എടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, ആ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. അവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വിചാരിക്കുന്ന എക്സിറ്റ് നമുക്ക് കിട്ടില്ല എന്ന് വരും. അപ്പോൾ അപ്പുറത്തെ എക്സിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ എമിറേറ്റ്സ് റോഡായാലും ഷെയ്ഖ് മുഹമ്മദ് റോഡായാലും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് റോഡിൻ്റെ നമ്മളെ അലൈൻ എക്സിറ്റ് തുടങ്ങിയിട്ട് വെജിറ്റബിൾ മാർക്കറ്റ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളെ വഴി തിരിക്കുമ്പോൾ പോകേണ്ടി വരും. ബാക്കിയൊക്കെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഷാർജ എയർപോർട്ടായാലും അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഷാർജ എയർപോർട്ട് വലിയ കുഴപ്പമുണ്ടായില്ല. വെള്ളത്തിന് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇൻഷാല്ലാ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ ഗ്ലോബൽ വില്ലേജൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അവിടുത്തെ സാധനം അവിടുത്തെ ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ദുബായ്, ഷാർജ, അജ്മാൻ എല്ലാവർക്കും പോയി. എല്ലാവർക്കും ഒരുവിധം നമുക്കുള്ള ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഇൻഷാല്ലാ എല്ലാം ക്ലിയർ ആവും. സ്കൂളിലൊക്കെ എല്ലാം പഴയ തന്നെ ആവും. ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യാം. ഇങ്ങനെ ഒരു മഴ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനത്തെ മഴ ഉണ്ടെങ്കിലും മഴ പെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും വെള്ളമുള്ള മഴ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ വലിയ ഭാഗം. അതേപോലെ ട്രെയിൻ മാർക്കറ്റ് ഒന്നും ആ ഭാഗത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ഭാഗത്ത് അതേപോലെ മരുഭൂമിയിൽ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ എമിറേറ്റ്സിൻ്റെ പോലെ ചെല്ലുമ്പോൾ തന്നെ അങ്ങോട്ടൊക്കെ ആ വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ അവിടേക്കാണ് പോയത്. എന്തായാലും ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഇൻഷാല്ലാ ഒരുവിധം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. പഴയ പോലെ തന്നെ ഒരാഴ്ചയിലൊക്കെ 3 മാസം കൊണ്ടെല്ലാം ക്ലിയർ ആവും ഇൻഷാല്ലാ. അതെല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രകൃതി തരുന്ന ഓരോ സംഭവങ്ങളിന് പെട്ടെന്നുണ്ടാകുന്ന മഴ, അതേപോലെ ഭൂമി കുലുക്കം, പിന്നെ കാറ്റ്, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തത് വരുന്നതാണ്, പെട്ടെന്ന് വരുന്ന സംഭവങ്ങളിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. മഴയും കാറ്റും ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് നമ്മളെ ജീവനും ഒക്കെ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ദുബായ് കഴിഞ്ഞ് ഷാർജ, അതേപോലെ അജ്മാൻ ഒക്കെ കാണാം. മറ്റേ വീടുകളിൽ എടുത്താണ്. അപ്പം ഇന്ന് പോയ സ്ഥലങ്ങളിലൊക്കെ ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറൊക്കെ തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങൾ തൊട്ട് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ വോയിസ് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.